ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പ്രവീൺ കുമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാളിൽ രണ്ടാമത്തെയും അവസാനത്തെയും ഘട്ടത്തിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. രാവിലെ 9 വരെയുള്ള കണക്കനുസരിച്ച് 18.39% പോളിംഗ് രേഖപ്പെടുത്തി. 142 മണ്ഡലങ്ങളിലായി 3,20,00,000 വോട്ടർമാരാണ് പശ്ചിമ ബംഗാളിൽ രണ്ടാം ഘട്ടത്തിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. 1448 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. 41,001 പോളിംഗ് സ്റ്റേഷനുകളാണ് വോട്ടെടുപ്പിനായി ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ 7-ന് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 6 വരെ തുടരും. കേരളം ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും മെയ് 4-നാണ് വോട്ടെണ്ണൽ. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്താനും ജനാധിപത്യത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാനും വോട്ടർമാരോട് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമബംഗാളിലെ സ്ത്രീകളും യുവാക്കളും വലിയ തോതിൽ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കേണ്ടത് പ്രധാനമാണെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉത്തർപ്രദേശ് സന്ദർശനം തുടരുന്നു. വാരണസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രം ശ്രീ മോദി സന്ദർശിച്ചു. വിവിധ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കും. BLW മുതൽ ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രം വരെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി പൊതുസമ്മേളനത്തെയും അഭിസംബോധന ചെയ്യും. ഗുജറാത്ത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി BJP. സംസ്ഥാനത്തെ 15 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും 33 ജില്ലാ പഞ്ചായത്തുകളിലും 78 മുനിസിപ്പാലിറ്റികളിലും BJP വിജയിച്ചു. അതേസമയം കോൺഗ്രസ് 6 മുനിസിപ്പാലിറ്റികളിലാണ് ജയം സ്വന്തമാക്കിയത്. നർമ്മദ ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുത്ത് ആം ആദ്മി പാർട്ടി ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തി. ഇവിടെ 22-ൽ 15 സീറ്റുകളും AAP നേടി. 12 താലൂക്ക് പഞ്ചായത്തുകളിലും AAP വിജയിച്ചു. ഇക്വഡോർ വിദേശകാര്യമന്ത്രി ഗബ്രിയേല സോമർഫെൽഡിന്റെ 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യ ഇക്വഡോർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് സന്ദർശനം സഹായകമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി സോമർഫെൽഡ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. രാജ്ഘട്ടിൽ മഹാത്മാഗാന്ധി സമാധിയിൽ പുഷ്പചക്രം അർപ്പിക്കുന്ന അവർ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, പീയൂഷ് ഗോയൽ തുടങ്ങിയവരുമായും ചർച്ച നടത്തും. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ഇന്ന് അപകടസ്ഥലം സന്ദർശിക്കും. ദുരന്തബാധിതരെ നേരിൽ കാണുന്ന അദ്ദേഹം ജില്ലാ കളക്ടറുമായും തൃശൂർ കമ്മീഷണറുമായും കൂടിക്കാഴ്ച നടത്തും. കനത്ത ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ഇന്നലെ വേനൽ മഴ എത്തി. വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തിപ്പെടുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതേസമയം ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കോന്നിയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, മൂന്നാർ, കളമശ്ശേരി, ഒല്ലൂർ, പൊന്നാനി എന്നിവിടങ്ങളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഇടുക്കി നെടുങ്കണ്ടത്ത് അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിൽ പ്രതി സജിയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 4-ാം തീയതി രാത്രിയാണ് പച്ചടി സ്വദേശി മേരിക്കുട്ടിയെയും മകൻ റെജിയെയും സജി കൊലപ്പെടുത്തിയത്. പിന്നാലെ നടത്തിയ തെരച്ചിലിൽ വീട്ടുവളപ്പിൽ നിന്ന് 2 മൃതദേഹങ്ങളും പോലീസ് കണ്ടെടുക്കുകയായിരുന്നു. കണ്ണൂർ തലശ്ശേരിയിൽ വൈദ്യുതാഘാതമേറ്റ് KSEB കരാർ തൊഴിലാളി മരിച്ചു. കുണ്ടുചിറ സ്വദേശി A. രാജനാണ് മരിച്ചത്. ഇന്നലെ രാത്രി 110 kV സബ്സ്റ്റേഷന്റെ എർത്ത് കമ്പിയിൽ നിന്ന് ഷോക്ക് ഏൽക്കുകയായിരുന്നു. മൃതദേഹം തലശ്ശേരി സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റി. കൽപ്പറ്റ താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണം. 6-ാം വളവിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടെ കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട ഹിറ്റാച്ചി ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുന്നതിനാൽ ഇന്ന് പകൽ സമയത്ത് ഭാരവാഹനങ്ങൾക്കും മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്കും ചുരത്തിൽ പൂർണ്ണ നിയന്ത്രണവും മറ്റു വാഹനങ്ങൾക്ക് ഭാഗിക നിയന്ത്രണവും ഏർപ്പെടുത്തും. ചുരം വ്യൂ പോയിന്റിന്റെ പാറ ഇടിഞ്ഞ ഭാഗത്ത് നെറ്റിടുന്ന പ്രവൃത്തിയും 9-ാം വളവിലെ സംരക്ഷണ ഭിത്തിയുടെ പ്രവൃത്തികളും ഇതേസമയം നടക്കുന്നുണ്ട്. 2-ാം വളവിനടുത്ത് കൾവേർട്ടിന്റെ പ്രവൃത്തി കൂടി ആരംഭിക്കുന്ന സാഹചര്യത്തിൽ പകൽ സമയത്ത് ചുരത്തിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. വയനാട് മേപ്പാടിയിൽ KSRTC ബസ് ഇടിച്ച് വയോധിക മരിച്ചു. പള്ളിക്കവല സ്വദേശിനി അന്നമ്മയാണ് മരിച്ചത്. ബസ്സിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് തുടക്കമായി. മെയ് 8 വരെയാണ് ഉത്സവം. ലെബനനിലെ ഖാന്തറ മേഖലയിൽ ഹിസ്ബുള്ളയുടെ തുരങ്കം തകർത്തതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ഹിസ്ബുള്ളയുടെ ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിക്കുകയാണെന്നും നിരവധി ഭീകരരെ വധിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഗാസയിലെ വെടിനിർത്തലിനപ്പുറം ഇസ്രായേൽ അധിനിവേശം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയോട് ആവശ്യപ്പെട്ടു. പലസ്തീൻ ജനതയ്ക്കും അയൽ രാജ്യങ്ങൾക്കുമെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെയും സംഘടന അപലപിച്ചു. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 6 വിക്കറ്റ് ജയം. പഞ്ചാബ് ഉയർത്തിയ 223 റൺ വിജയലക്ഷ്യം 4 പന്ത് ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ രാജസ്ഥാൻ മറികടന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 മുംബൈയിലാണ് മത്സരം. കോമൺവെൽത്ത് യൂത്ത് ആൻഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിന്റെ 2-ാം ദിവസം ഇന്ത്യയ്ക്ക് 4 സ്വർണം. പുരുഷന്മാരുടെ 65 കിലോഗ്രാം വിഭാഗത്തിൽ സുനിൽ സിംഗും വനിതകളുടെ 58 കിലോഗ്രാം വിഭാഗത്തിൽ ഐസങ്ഫ ഗോഗയും പുരുഷന്മാരുടെ 71 കിലോഗ്രാം വിഭാഗത്തിൽ അഭിനവ് ഗോഗയും 65 കിലോഗ്രാം വിഭാഗത്തിൽ അരുണാചൽ പ്രദേശിന്റെ ചാരു പെസിയുമാണ് സ്വർണം നേടിയത്. പാലക്കാട് ജില്ലയിൽ ഇന്നും താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയർന്നേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. താപനില തുടർച്ചയായ ദിവസങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.